അങ്ങയെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങയുടെ ദീർഘകാലത്തെ നിയമസഭാ ജീവിതം അങ്ങേക്ക് ധാരാളം അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. 3.5 പതിറ്റാണ്ട് കാലം ഈ നിയമസഭയിൽ അംഗമായിരുന്നു. അങ്ങ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ഒരുപക്ഷെ ഞാൻ ഈ നിയമസഭയിൽ വന്നതിന് ശേഷം തിരുവഞ്ചൂരിനെ ശ്രദ്ധിച്ചിട്ടുള്ള നിയമസഭയുടെ പൂർണ്ണ സമയവും പങ്കെടുക്കുന്ന ഒരാളായിട്ടാണ്. ഏത് പുതിയ അംഗത്തിൻ്റെയും ഈ സഭയിലെ സംസാരം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാതൃകാപരമായ അത്തരമൊരു പ്രവർത്തനം, സഭയിൽ പൂർണ്ണ സമയം ഇരുന്ന് സഭാ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് 3.5 പതിറ്റാണ്ടിൻ്റെ അനുഭവമുള്ള അങ്ങ് ഇപ്പോഴും തുടരുന്ന ഒന്നായി ഞാൻ കാണുക. അതാണ് അങ്ങയുടെ സവിശേഷത എന്ന് ഞാൻ കരുതുന്നു. സാർ, നമ്മുടെ നിയമസഭ നിരവധി കാര്യങ്ങളിൽ മാതൃകയാണെന്ന് നേരത്തെ സംസാരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കൾ സംസാരിച്ചു. ഇന്ത്യയിൽ ഇന്ന് നിയമനിർമ്മാണ സഭകൾ പലപ്പോഴും അതിൻ്റെ കർമ്മം നിർവഹിക്കാതിരിക്കുമ്പോഴും നിയമനിർമ്മാണത്തിൻ്റെ വേദികളിൽ ആവശ്യത്തിന് സമയം ലഭ്യമാകാതെ ഉള്ള നിയമങ്ങൾ ചുട്ടെടുക്കുമ്പോഴും ഈ കേരളം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നിയമനിർമ്മാണ മേഖലയിൽ ഏത് കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ആ മഹത്തായ പാരമ്പര്യം ഈ സഭയിൽ അങ്ങയുടെ നേതൃത്വത്തിൽ തുടരാൻ നമുക്ക് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ ഈ നിയമസഭാ സ്പീക്കർ എന്നുള്ള സ്ഥാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അങ്ങ് പ്രതിപക്ഷത്തിരുന്ന് നിർവഹിച്ച, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ കൂടി ഇപ്പോൾ പ്രതിപക്ഷത്തിന് അനുവദിക്കാൻ അങ്ങേക്ക് ഹൃദയവിശാലതയുള്ള ഒരു സ്പീക്കറായിരിക്കും എന്ന പ്രതീക്ഷയോടെ എല്ലാ ഭാവുകങ്ങളും ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.